നമസ്കാരം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി കസേര ഉറപ്പിച്ചെങ്കിലും താൻ വന്ന വഴി മറക്കാതെ വിജയ്. തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ ചാണക്യനായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ചടങ്ങിലെ ഒരു കാഴ്ചയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. രാഷ്ട്രീയ എതിരാളിയെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ അന്തരിച്ച ക്യാപ്റ്റൻ വിജയകാന്തിന്റെ ഭാര്യ പ്രേംലത വിജയകാന്തിനെ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയ വിജയുടെ പ്രവൃത്തിക്ക് കൈയടിക്കുകയാണ് തമിഴ് മക്കൾ. വിജയുടെ രാഷ്ട്രീയ മാന്യതയെ പുകഴ്ത്തുന്നവർക്ക് ഒരു പഴയ കഥ പറയാനുണ്ട്. ദളപതിയുടെ സിനിമാ ജീവിതത്തിലെ കരിയർ ബ്രേക്കായ സെന്തൂര പാണ്ടി എന്ന ചിത്രത്തിൽ വിജയകാന്തിന്റെ അനിയനായാണ് വിജയ് അഭിനയിച്ചത്. അന്ന് തന്റെ പിതാവ് എസ് എ ചന്ദ്രശേഖറിന്റെ ആവശ്യപ്രകാരം വളർന്നുവരുന്ന ഈ നടന് താങ്ങായി നിന്നത് ക്യാപ്റ്റനായിരുന്നു. ആ ആത്മബന്ധം രാഷ്ട്രീയത്തിലും വിജയ് കാത്തുസൂക്ഷിക്കുന്നു എന്നതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. വിജയകാന്തിന്റെ പാത പിന്തുടർന്ന് ആരാധക കൂട്ടായ്മകളുടെ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലെത്തിയ വിജയ് ക്യാപ്റ്റനോടുള്ള കടപ്പാട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്ക് വിജയ് നൽകുന്ന ഈ പ്രാധാന്യം തമിഴ് രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമല്ല. വിജയത്തിൽ വിജയെ പ്രിയപ്പെട്ട അനിയൻ എന്ന് വിശേഷിപ്പിച്ച് പ്രേമലത നേരത്തെ തന്നെ ആശംസകൾ നേർന്നിരുന്നു. അതിന്റെ നന്ദി പ്രകടനം കൂടിയായിരുന്നു സത്യപ്രതിജ്ഞാവേദിയിലെ ആ വണങ്ങൽ. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ പലരും കാട്ടുന്ന അഹങ്കാരമോ ഗർവോ വിജയുടെ മുഖത്തില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. മുതിർന്നവരോടുള്ള ഈ ബഹുമാനം വരും ദിവസങ്ങളിൽ വിജയുടെ ജനപ്രീതി ഇരട്ടിയാക്കുമെന്നുറപ്പാണ്. രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ച വിജയ് പെരുമാറ്റത്തിലും ആ മാറ്റം പ്രാവർത്തികമാക്കുകയാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ സന്ദർശിച്ചിരുന്നു മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ഭരണത്തെ ഭരണമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണുന്നതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വിജയ് സന്ദർശിച്ചു. ആദ്യ നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുതിർന്ന നേതാക്കളെ നേരിൽ കാണുക എന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായായിരുന്നു ഈ സൗഹൃദ സന്ദർശനം. സ്റ്റാലിന്റെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി വിജയെ ഉദയനിധി സ്റ്റാലിനാണ് സ്വീകരിച്ചത്. ഉദയനിധിയും തുടർന്ന് എം കെ സ്റ്റാലിനും വിജയെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. പരസ്പരം പൊന്നാട അണിയിച്ചു. നിലവിൽ DMK പ്രതിപക്ഷത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയ്ക്കുള്ളിൽ സുഗമമായ ചർച്ചകൾ ഉറപ്പാക്കാനും പൊതുജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ രാഷ്ട്രീയ തടസ്സങ്ങൾ ഒഴിവാക്കാനും ഈ സന്ദർശനം ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. DMK അധ്യക്ഷനെ കണ്ടതിന് പിന്നാലെ ADMK അധ്യക്ഷൻ വൈക്കോയെയും വിജയ് സന്ദർശിച്ചു. എന്തായാലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം തമിഴ്നാട് മൊത്തത്തിലൊരു മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വിജയുടെ അധികാര ആരോപണത്തിന് ശേഷം പൂർണ്ണമായും അർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിരവധി മാറ്റങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും നിർണായകമായി ഇന്ന് വിജയ് വരുത്തിയ പ്രധാന മാറ്റങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലെ 700-ലധികം വരുന്ന മദ്യശാലകൾക്ക് പൂട്ടിട്ടു എന്നുള്ളതാണ്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സമീപം 500 മീറ്റർ പരിധിയിലുള്ള എല്ലാ മദ്യശാലകൾക്കും പൂർണ്ണമായി പൂട്ടിട്ട് താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് വിജയുടെ നിർദ്ദേശം. തൻ്റെ പ്രചരണ കാലഘട്ടത്തിലുടനീളം വിജയ് നിരവധി പ്രവർത്തകരെയും അണികളെയും ഒക്കെ കണ്ടിരുന്നതിൽ സ്ത്രീകൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളിലൊന്നായിരുന്നു അമിതമായ മദ്യശാലകൾ. നേരത്തെ 50 മീറ്റർ ആയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മദ്യശാലകളുടെ ദൂരം. എന്നാൽ ഇത് മാറ്റണമെന്നുള്ളതായിരുന്നു ആവശ്യം. അത് ആദ്യമേ തന്നെ പരിഗണിച്ചിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും അതുപോലെ ലഹരി ഉപയോഗത്തിനും എതിരായിരിക്കും തൻ്റെ സർക്കാരെന്നും പടിപടിയായി മദ്യനിരോധനം സമ്പൂർണ്ണമാക്കുമെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട്.